2013 മോഡൽ സിംഗിൾ ഓണർ വണ്ടി, പെട്രോൾ മാനുവൽ, 90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 2029 ജനുവരി വരെ പേപ്പർ കിടപ്പുണ്ട്. ഇത് വരുമ്പോൾ ഓൾട്ടോ കേട്ടാണ്, VXI ആണ് വരുന്നത്. പെട്രോൾ മാനുവൽ സിംഗിൾ ഓണർ വണ്ടി, 2013 മോഡൽ. 2015 മോഡൽ സിംഗിൾ ഓണർ വണ്ടി, 67,574 കിലോമീറ്ററാണ്. ഇത് വരുമ്പം സെലേറിയോ VXI ആണ്, പെട്രോൾ മാനുവൽ. ഇത് വരുമ്പോൾ 2019 മോഡൽ സിംഗിൾ ഓണർ വണ്ടി, 61,000 കിലോമീറ്റർ. ഇത് വരുമ്പോൾ സ്പോർട്സ് വേരിയൻ്റ് ആണ് i20. 2016 മോഡൽ ഡിസയർ LXI ആണ്, പെട്രോൾ മാനുവൽ, സിംഗിൾ ഓണർ വണ്ടിയാണ്. 2016 മോഡൽ. 16. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മാടനട, അതായത് കൊല്ലം ജില്ലയിൽ കൊല്ലത്ത് നിന്ന് കൊട്ടിയത്തോട്ടൊക്കെ പോകുന്ന വഴിക്ക് മാടനട എന്ന് പറയുന്ന ഭാഗത്തുള്ള ട്രൂ വാലിയിലാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ എടുക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി കാസുകളൊക്കെ വന്ന് കിടപ്പുണ്ട്. അതേപോലെ ലേലം കഴിഞ്ഞിട്ടുള്ള പുതിയ സ്റ്റോക്ക് കയറിയതാണ്. അപ്പോൾ നല്ല വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നല്ലൊരു വീഡിയോ ആയിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത്യാവശ്യം മാന്യമായ വിലയിലൊക്കെയാണ് വണ്ടികൾ ഇട്ടേക്കുന്നതെന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഇനി കണ്ടിട്ട് നിങ്ങൾ പറയുക നിങ്ങൾക്ക് അതെങ്ങനെയാണ് തോന്നിയത് എന്നുള്ളത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇത് വരുമ്പോൾ 2012 മോഡലാണ്, സിംഗിൾ ഓണർ വണ്ടി, 42,310 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. രജിസ്ട്രേഷൻ വരുന്നത് 2027 5 മാസം വരെ പേപ്പർ കിടപ്പുണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? വില വരുമ്പോൾ 320 വരും. റീപ്ലേസ് ഉണ്ടോ? ഇല്ല, മേജറായിട്ടുള്ള റീപ്ലേസ് ഒന്നുമില്ല. ഫോർഡ് പവർ വിൻഡോയിൽ വരുന്ന മോഡൽ. ഇതിപ്പോൾ കിടക്കുന്ന കണ്ടീഷനാണ്. നമ്മൾ കസ്റ്റമറിൽ നിന്ന് എങ്ങനെയാണ് എടുക്കുന്ന ആ രീതിയിലാണ് കൊണ്ടിട്ടേക്കുന്നത്. സർവീസ് ഒന്നും ചെയ്തിട്ടില്ല? ഇല്ല, എടുത്തേക്കുന്ന എങ്ങനെയാണോ അതാണ് കൊണ്ടിട്ടേക്കുന്നത്. അപ്പോൾ നമ്മൾ കസ്റ്റമറിന് വണ്ടി കൊടുക്കുമ്പോൾ ഈ കണ്ടീഷൻ ആയിരിക്കത്തില്ല. ചെറിയ സ്ക്രാച്ചസ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ടച്ചപ്പ്, പോളിഷിങ്, ഇൻറ്റീരിയർ ക്ലീനിങ് എല്ലാം ചെയ്ത് വണ്ടി നീറ്റായി കൊടുക്കും. ആ ഒരു റേറ്റാണ് നമ്മൾ പറയുന്നത്. എത്ര ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാൻ പറ്റിയ വണ്ടി? ഇത് 2012 മോഡലിന് ഫിനാൻസ് കൂടുതലായിട്ട് കിട്ടത്തില്ല. മാക്സിമം ഒരു വർഷം 2 വർഷമേ കിട്ടത്തുള്ളൂ. 2013 ശേഷമുള്ള മോഡലാണ് മേജറായിട്ട് അവർ ഫിനാൻസ് കൊടുക്കുന്നത്. ഫിനാൻസ് ചെയ്യുന്നത്. ഓക്കെ. 3,20 നമ്മുടെ സൈറ്റിൽ കിടക്കുന്ന റേറ്റ്. ഇത് വരുമ്പോൾ 2014 മോഡൽ സിംഗിൾ ഓണർ വണ്ടി, 28,950 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2029 വരെ പേപ്പർ കിടപ്പുണ്ട്. ഇതിൻ്റെ കിലോമീറ്റർ ജെന്യൂൻ ആണോ? ജെന്യൂൻ കിലോമീറ്റർ ജെന്യൂൻ ആണ്. ഓക്കെ. റീപ്ലേസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, മേജറായിട്ടുള്ള കാര്യമൊന്നും ഇല്ല. ഈ ബമ്പർ മാറ്റി അങ്ങനെയുള്ള പരിപാടി വല്ലതും ഉണ്ടോ? അങ്ങനെ നമ്മൾ ചെയ്യാറില്ല. അങ്ങനെ നമ്മളിപ്പോൾ ഹിസ്റ്ററിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഫയലിലുണ്ടാവും. അത് കസ്റ്റമറുടെ അടുത്ത് പറഞ്ഞിട്ടേ നമ്മൾ വണ്ടി കൊടുക്കും. ഓക്കെ. റീപ്ലേസ് അപ്പോൾ ഒന്നും പറഞ്ഞില്ല. എത്ര ചോദിക്കുന്നത്? ഇത് വരുമ്പോൾ 4,10 വരും. 4,10. ഏതായിരുന്നു വർഷം? ഏതായിരുന്നു? ഇത് വരുമ്പോൾ 2014 മോഡൽ. 14 മോഡൽ. വണ്ടി കാണാൻ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഈ പൊടി പിടിച്ച് കിടക്കുന്നതിൻ്റെ വലുതേ ഉള്ളൂ. ആ മഴയും പൊടിയും എല്ലാം കൂടി കിടക്കുന്നതിന് റോഡ് സൈഡാണ്. അപ്പോൾ മാക്സിമം നല്ല രീതിയിൽ പൊടി അടിച്ച് കയറുന്ന സ്ഥലമാണ്. അതെ. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. വണ്ടിയിൽ വേറെ സ്ക്രാച്ച് ഒന്നും കാണുന്നില്ല. ടയേഴ്സൊക്കെ നോക്കിയാൽ അത്യാവശ്യം നല്ല ടയേഴ്സ് കിടപ്പുണ്ട്. ഇത് വരുമ്പോൾ 2024 മോഡലാണ്. 2024 മോഡൽ സിംഗിൾ ഓണർ വണ്ടി, 24,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ള വണ്ടി. ഇത് വരുമ്പോൾ ജിംനി ആൽഫ വേരിയൻ്റ് ആണ്. വരുമ്പോൾ നമ്മളെ ട്രൂ വാലി കാറ്റഗറിയിൽ വരുന്ന വണ്ടിയാണ്. വരുമ്പോൾ 1 വർഷം വാറൻറ്റി ഉണ്ട്, 3 ഫ്രീ സർവീസും വരുന്ന മോഡലാണ്. ഈ ആൻഡ്രോയിഡ് സിസ്റ്റം ഇത് പ്രത്യേകം വെച്ചാണോ? അല്ല, ഇത് കമ്പനിയിൽ നിന്ന് തന്നെ വരുന്നതാണ്. ആൽഫ വേരിയൻ്റ് ആണ്. പുഷ് സ്റ്റാർട്ട് കാര്യങ്ങൾ. ടോപ്പായോ? ടോപ്പിൻ്റെ പല വേരിയൻ്റ് ഉണ്ട്. ഓട്ടോമാറ്റിക്കും ഉണ്ട്, മാനുവലും ഉണ്ട്. ഇത് മാനുവൽ. ഓക്കെ. ടയേഴ്സൊക്കെ ഫസ്റ്റ് ടയർ തന്നെ കിടക്കണേ. അത്യാവശ്യം ടയർ ഇനിയും നല്ല രീതിയിലുണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. എത്ര ചോദിക്കുന്നത്? എത്രയാണ്? ഇത് വരുമ്പോൾ 12 രൂപയാണ് നമ്മുടെ സൈറ്റിൽ കിടക്കുന്ന റേറ്റ്. നെഗോഷ്യബിൾ ആണ്. നല്ലൊരു അലയും ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. കൊള്ളാം. വണ്ടി മൊത്തത്തിൽ കാണാൻ നല്ല വൃത്തിയായിട്ടിരിപ്പുണ്ട്. 2015 മോഡൽ സിംഗിൾ ഓണർ വണ്ടി, 67,574 കിലോമീറ്ററാണ്. ഇത് വരുമ്പം സെലേറിയോ VXI ആണ്, പെട്രോൾ മാനുവൽ. ഇത് വരുമ്പോൾ 3,40 ചോദിക്കുന്നത്. അതെ. ഈ വണ്ടി സീറ്റ് കവറൊക്കെ ഇട്ട് വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഫോർഡ് പവർ വിൻഡോസാണ്, മാനുവൽ. അത്യാവശ്യം വൃത്തിയായിട്ട് തന്നെ വണ്ടി ഇരിപ്പുണ്ട്. ഒന്നും കുഴപ്പമില്ല. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, മേജറായിട്ടുള്ള റീപ്ലേസ്. ബാക്ക് സൈഡൊക്കെ നോക്കിയാലൊക്കെ വൃത്തിയാണ്. ടയേഴ്സ് ആവറേജ് താഴെ എന്നൊക്കെ പറയാവുന്ന രീതിയിൽ നിൽക്കുന്ന വണ്ടി. 3,40. അതെ. ഒരു 50 രൂപയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാൻ പറ്റത്തില്ലേ? അതെ. ഇത് 5 വർഷം ലോൺ കിട്ടും. ഇത് 2015 ശേഷമുള്ള വണ്ടിയൊക്കെ ആണെങ്കിൽ 5 വർഷം കിട്ടും.
4 to 5 വർഷം വരെ കിട്ടും. ഇത് വരുമ്പോൾ ഓൾട്ടോ കേട്ടനാണ്, VXI ആണ് വരുന്നത്. പെട്രോൾ മാനുവൽ സിംഗിൾ ഓണർ വണ്ടി, 2013 മോഡൽ, 48,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2028 വരെ പേപ്പർ അടപ്പുണ്ട്. 2028 11-ാം മാസം വരെ. ജെനുവിൻ കിലോമീറ്റർ ആണ്. അതെ അതെ. ഇത് 2 ഡോർ പവർ വിൻഡോസ് ആണോ? അതെ, VXI ആണ്. ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോ വരും. അന്നത്തെ സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് 2 ഡോറേ പവർ വിൻഡോ വരത്തുള്ളൂ. പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ വരുന്ന മോഡലാണ്. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല? ഇല്ല, മേജറായിട്ടുള്ള. ബാക്ക് സൈഡൊക്കെ നോക്കിയാലും വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. ടയേഴ്സ് ആവറേജ് ആണ്. വലിയ സ്ക്രാച്ച് ഇല്ല, അത്യാവശ്യം വൃത്തിയുണ്ട്. കളർ ഫേഡ് അങ്ങനെയുള്ളതൊന്നും വന്നിട്ടില്ല. എത്ര ചോദിക്കുന്നത്? ഇത് വരുമ്പോൾ നമ്മൾ 190 ചോദിക്കുന്നത്. ചോദ്യം? അതെ. വിലയിൽ വ്യത്യാസം വരില്ലേ? വില വ്യത്യാസം വരും. അത് ഇപ്പോൾ എടുക്കണമെന്നുള്ള കസ്റ്റമേഴ്സിന് വേണമെങ്കിൽ നേരിട്ട് വന്നിട്ട് നമ്മുടെ അടുത്ത് വണ്ടി കണ്ട് നമ്മുടെ അടുത്ത് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ അതനുസരിച്ചുള്ള റേറ്റ് വ്യത്യാസം വരും. വരുമ്പോൾ ഓൾട്ടോ 800 LXI ആണ്, പെട്രോൾ മാനുവൽ സിംഗിൾ ഓണർ വണ്ടി, 2015 മോഡൽ, 68,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 2031 വരെ പേപ്പറുണ്ട്. 2031 3-ാം മാസം വരെ ഉണ്ട് പേപ്പർ. ഇത് വരുമ്പോഴത്തേക്കും നമ്മളെ ചോദിക്കുന്നത് 210 വിലയിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാകും. വില കേട്ട ഉടനെ പേടിക്കണ്ട, ഒന്ന് വിളിച്ച് ചോദിച്ച് വില കൺഫേം ആക്കിയിട്ട് നിങ്ങൾക്ക് ബോധിക്കുന്നില്ലെങ്കിൽ മാത്രം കമൻ്റ് ഇടുക. അതായത് നമ്മളിപ്പോൾ വെളിയിലത്തെ റേറ്റ് വെച്ച് നമ്മൾ മറ്റുള്ള കമ്പനി കണക്കല്ല, നമ്മളിപ്പോൾ എടുത്തിട്ടേക്കുന്ന കണ്ടീഷനാണ്. ബാക്കിയുള്ളവരെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് ചെയ്തിട്ടായിരിക്കും ഇട്ടേക്കുന്നത്. അതെ അതെ. നമ്മളിപ്പോൾ എടുത്തിട്ടേക്കുന്ന കണ്ടീഷനാണ്. നമ്മൾ കസ്റ്റമറിനെ വണ്ടി കാണിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ വർക്ക് ചെയ്തോളൂ. അപ്പം അഡീഷണൽ വരുന്ന വർക്കിന്റെ പൈസ അത് ചേർത്തില്ലല്ലോ? ഇല്ല, നമ്മൾ അതും കൂടെ ഈ പ്രൈസിൽ ഇൻക്ലൂഡ് ചെയ്താണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ 1,500 രൂപ GST, 1000 രൂപ പേര് മാറുന്ന ഉൾപ്പെടെയുള്ള ഇത് നമ്മൾ ഇതിനകത്ത് ചെയ്യും. ഇത് വരുമ്പോൾ 2019 മോഡൽ സിംഗിൾ ഓണർ വണ്ടി, 61,000 കിലോമീറ്റർ. ഇത് വരുമ്പോൾ സ്പോർട്സ് വേരിയൻ്റ് ആണ് i20. ഇത് വരുമ്പോൾ 2035 വരെ പേപ്പർ അടപ്പുണ്ട്. വില വരുമ്പോൾ 555 നമ്മൾ ആസ്കിങ് പ്രൈസ്. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ വരുന്ന മോഡലാണ്. ചെറിയൊരു ആൻഡ്രോയിഡ് സിസ്റ്റം ഉണ്ട്. മാനുവലാണ്. 2019 മോഡലാണ്. ഓക്കെ, അതെല്ലാം വരുന്നൊരു മോഡലാണ്. ബാക്ക് സൈഡ് നോക്കിയാൽ AC ഒക്കെ വരുന്നുണ്ട്. നല്ല സീറ്റ് കവർ കിടപ്പുണ്ട്, അതൊന്നും കുഴപ്പമില്ല. ടയേഴ്സ് ആവറേജ് ടയേഴ്സാണ്. ബാക്ക് സൈഡ് നോക്കിയാലും വേറെ അപാകതകളൊന്നും കാണുന്നില്ല. ചോദ്യം എത്രയാണ്? ഇത് വരുമ്പോൾ 555. 555. അതെ. ഇത് പെട്രോളാ ഡീസലാ? പെട്രോൾ. വേരിയൻ്റ് ഏതാ ഇത്? ഇത് വരുമ്പോൾ സ്പോർട്സ് വേരിയൻ്റ്. സ്പോർട്സ് ആണ്, അപ്പോൾ ടോപ്പാണ്. 2013 മോഡൽ സിംഗിൾ ഓണർ വണ്ടി, പെട്രോൾ മാനുവൽ, 90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 2029 ജനുവരി വരെ പേപ്പർ അടപ്പുണ്ട്. വരുമ്പോൾ 320 വരും റേറ്റ്. 320 ലാസ്റ്റ് പ്രൈസ് അല്ലല്ലോ? അല്ലല്ല. നല്ല ടച്ച് സ്ക്രീനൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല സീറ്റ് കവറൊക്കെ ഇട്ട് വണ്ടി കാണാനൊക്കെ നല്ല വൃത്തിയുണ്ട്, അതൊന്നും കുഴപ്പമില്ല. ഡോർ പാഡൊക്കെ നോക്കിയാലൊക്കെ നീറ്റാണ്, വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. 320. ടയേഴ്സൊക്കെ കൊള്ളാം, അത്യാവശ്യം നല്ല ടയർ കിടപ്പുണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അത്യാവശ്യം നീറ്റായിട്ട് കൊണ്ടുവരുന്ന ആളാണ്. വലിയ സ്ക്രാച്ച് ഒന്നും കാണുന്നില്ല. പിന്നെ സ്ക്രാച്ചസും കാര്യങ്ങളെല്ലാം പെയിൻറ് ചെയ്തിട്ടുണ്ട്. ആണോ? ടച്ച് ആൻഡ് പോളിഷൊക്കെ ചെയ്ത് കഴിഞ്ഞതാണ് കേട്ടോ. ഒരു മോഡലൊക്കെ വെച്ചിട്ടുണ്ട്. ഓക്കെ, വണ്ടി ഓവറോൾ കൊള്ളാം, നല്ല വൃത്തിയായിട്ടാണ് കിടക്കുന്നത്. ഈ പൊടിയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, നല്ല വണ്ടി നല്ല വൃത്തിയായിട്ടാണ് കിടക്കുന്നത്. 2015 മോഡൽ സിംഗിൾ ഓണർ വണ്ടി, 73,000 കിലോമീറ്ററാണ് ഓടിക്കുന്നത്. പെട്രോൾ മാനുവൽ ഓട്ടോ, VXI ആണ് വേരിയൻ്റ് വരുന്നത്. 215 നമ്മൾ ആസ്കിങ് പ്രൈസ്. 215. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. വണ്ടി ഓരോ കാണാനൊക്കെ കൊള്ളാം, വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. റീപ്ലേസ് ഇല്ല. ടയേഴ്സ് ഷോക്കാണ്. സ്ക്രാച്ചസ് കാര്യങ്ങളെല്ലാം നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കും. ഇവിടെ കുറച്ച് വർക്കുണ്ട്, അതെല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. എത്ര ചോദിച്ചേ? 215. ഓരോ വണ്ടി കുഴപ്പമില്ല. ഇവിടെയും ഇച്ചിരി സ്ക്രാച്ച് ഉണ്ട്, ഈ ഡോറിൻ്റെ അവിടെയും സ്ക്രാച്ച് ഉണ്ട്, ബമ്പറിൻ്റെ ഈ സൈഡ് സ്ക്രാച്ച് ഉണ്ട്, വർക്കുണ്ട്. i10 പെട്രോൾ മാനുവലാണ്, സെക്കൻഡ് ഓണർ വണ്ടി, 2018 മോഡൽ, 74,000 കിലോമീറ്ററാണ്. 74 ജെനുവിൻ കിലോമീറ്റർ ആണോ? അതെ, സെക്കൻഡ് ഓണറാണ്. ഒരു 14 മൈലേജ് പ്രതീക്ഷിച്ചാൽ മതി. 13, 14. സ്റ്റിയറിംഗ് വരുന്ന മോഡലാണ്. റേറ്റ് വരുമ്പോൾ 315 വരും. 315. കൂടെ പവർ വിൻഡോസ് ഒക്കെ വരുന്ന മോഡലാണ്.
ബാക്ക് AC വെൻ്റ് വരുന്ന മോഡലാണ്. അപ്പോൾ അതർ ബ്രാൻഡാണ്. നമ്മൾ അതർ ബ്രാൻഡ് മെക്കാനിക്കൽ വർക്ക് നമ്മൾ ചെയ്യില്ല. ടച്ചും പോളിഷിങ് കാര്യങ്ങളെല്ലാം ചെയ്യും. മാരുതിയുടെ വണ്ടികളാണെങ്കിൽ നമ്മൾ നമ്മുടെ സർവീസ് സെൻ്ററിൽ കൊടുത്ത് മെക്കാനിക്കൽ വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടേ തരത്തുള്ളൂ. അതർ ബ്രാൻഡ്സ് നമ്മൾ മെക്കാനിക്കൽ ചെയ്യില്ല. മെക്കാനിക്കൽ സൈഡ് എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടോ? ഇല്ല. ഇപ്പോൾ നമ്മൾ അത് ചെക്ക് ചെയ്തിട്ടായിരിക്കും എടുക്കുന്നത്. അപ്പോൾ കസ്റ്റമറിനെ ചെക്ക് ചെയ്ത് നോക്കണമെങ്കിൽ മെക്കാനിക്കിനായാലും കൊണ്ടുവന്ന് വണ്ടി ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എടുക്കാം. ഒരു 315 2020 മോഡൽ ഓൾട്ടോ VXi ആണ്. 28,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർ വണ്ടിയാണ്. 2020 5 വർഷമായല്ലോ. 20 ഓടിയോളോ? അതെ 28,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 28 കിലോമീറ്ററാണ്. ഓക്കെ. 2 ഡോർ പവർ വിൻഡോസ് ആണ്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, മേജർ ആയിട്ടുള്ള കാര്യങ്ങൾ, വേറെ അപാകതകളൊന്നുമില്ല. ഇല്ല. ഈ വണ്ടി ഡോർ പാഡൊക്കെ നോക്കിയാലും വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. എത്ര ചോദിക്കുന്നത്? 325 നമ്മുടെ ആസ്കിംഗ് പ്രൈസ്. ഇത് വരുമ്പോൾ വാറണ്ടി വരുന്ന മോഡലാണ്. 6 മാസം വാറണ്ടിയുള്ള മോഡൽ. 2019 തൊട്ടുള്ള വണ്ടിയാണെങ്കിൽ 6 മാസം വാറണ്ടി. 22 ശേഷമുള്ള വണ്ടിയാണെങ്കിൽ 1 വർഷം വാറണ്ടിയാണ്. ട്രൂ വാല്യൂ കൊടുക്കുന്നുണ്ട്. ട്രൂ വാല്യൂ കൊടുക്കുന്നുണ്ട്. ഓക്കെ. വേറെ അപാകതകളൊന്നും കാണുന്നില്ല. അതേപോലെ തന്നെ പെയിൻറ്റ് ഫീഡ് അങ്ങനെയുള്ള രീതിയിലൊന്നും കാണുന്നില്ല. ഓവറോൾ വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. 2011 മോഡൽ തേർഡ് ഓണർ വണ്ടി. 88,000 കിലോമീറ്റർ. 2027 വരെ പേപ്പർ കിടപ്പുണ്ട്. VXi ആണ് വേരിയൻ്റ് വരുന്നത്. പെട്രോൾ മാനുവൽ. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. മേജറായിട്ട് റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. വണ്ടിക്കകമൊക്കെ കൊള്ളാം. നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. ആംബിയൻസ് ലൈറ്റ്, അതേപോലെ തന്നെ നല്ല സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. 4 ഡോർ പവർ വിൻഡോസ് ആണ്. മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്ന മോഡലാണ്. ബാക്ക് സൈഡ് നോക്കിയാലൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. അതേപോലെ ടയേഴ്സ്, അത്യാവശ്യം ടയേഴ്സ് കിടപ്പുണ്ട്. തീരെ ഇല്ല എന്നുള്ളതല്ല. വേറെ അപാകതകളൊന്നും കാണുന്നില്ല. എത്ര ചോദിക്കുന്നത്? ഇത് റേറ്റ് വരുമ്പോൾ 2 രൂപയാണ് ചോദിക്കുന്നത്. 2 വിലയിൽ അഡ്ജസ്റ്റ്മെൻറ്റ് നേരിട്ട് വന്നിട്ട് ചെറിയ വ്യത്യാസം ഉണ്ടാവും. 2016 മോഡൽ ഡിസയർ LXi ആണ്. പെട്രോൾ മാനുവൽ സിംഗിൾ ഓണർ വണ്ടിയാണ്. 2016 മോഡൽ. 16 ടയേഴ്സ് കൊള്ളാം, കുഴപ്പമില്ല. കിലോമീറ്റർ ജെന്യുവൻ ആണോ? ജെന്യുവൻ കിലോമീറ്റർ. ചെറിയൊരു ആൻഡ്രോയിഡ് വെച്ചിട്ടുണ്ട്. മാനുവലാണ്. വണ്ടിക്കകമൊക്കെ കൊള്ളാം, വൃത്തിയായിട്ടിരിപ്പുണ്ട്. 4 ഡോർ പവർ വിൻഡോസ് ആണ്. ബാക്ക് സൈഡ് നോക്കിയാലും വീൽ കപ്പ് ഇളക്കി വെച്ചിട്ടുണ്ട്. ആ വീൽ കപ്പ് ഇട്ടിട്ട് വേണം കൊണ്ടുപോകാൻ. ടയേഴ്സൊക്കെ അത്യാവശ്യം കൊള്ളാം. എത്ര ചോദ്യം? 425 നമ്മുടെ ആസ്കിംഗ് പ്രൈസ്. ലാസ്റ്റ് പ്രൈസ് അല്ലല്ലോ. ലാസ്റ്റ് പ്രൈസ് അല്ല, നമ്മൾ ആസ്കിംഗ് പ്രൈസ് ആണ്. ഹുണ്ടായി i10 ആണ്. പെട്രോൾ മാനുവൽ 2010 മോഡൽ സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ. കിലോമീറ്റർ എന്തോ ഓടി? കിലോമീറ്റർ 1,30,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 1,30,000 എന്ന് പറയുന്നത് ടെസ്റ്റ് കഴിഞ്ഞ മോഡലാണ്. 2010 മോഡലാണ്. ഈ വർഷം ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന മോഡലാണ്. വണ്ടി കാണാൻ നല്ല വൃത്തിയായിട്ട് തന്നെ കിടപ്പുണ്ട്. വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. പക്ഷേ കിലോമീറ്റർ അത്യാവശ്യം നല്ല ഓട്ടമാണ്. പവർ വിൻഡോസൊക്കെയാണ്. ടയറൊക്കെ അത്യാവശ്യം കൊള്ളാം. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. എത്ര ചോദ്യം? 1.5 നമ്മൾ ആസ്കിംഗ് പ്രൈസ്. 1.5 ഇട്ടേക്കുന്ന വില. അതെ. 2021 മോഡൽ വാഗനാർ VXi പെട്രോൾ മാനുവലാണ്. സിംഗിൾ ഓണർ വണ്ടി. 33,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് എത്രയാ? സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർ. ഇത് വാറണ്ടി ട്രൂ വാല്യൂൻ്റെ വാറണ്ടി വരുന്ന മോഡലാണ്. 6 മാസം വാറണ്ടി ഉണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. ഗ്ലാസ് റീപ്ലേസ്. ഡോർ സൈഡ്. അതെ. ഓക്കെ. ഡ്രൈവർ സൈഡ് ഇവിടുത്തെ ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല. വണ്ടിക്കകമൊക്കെ കാണാൻ കൊള്ളാം. ടയേഴ്സ് അത്യാവശ്യം കിടപ്പുണ്ട്. എത്ര ചോദ്യം? 4.5 നമ്മൾ ആസ്കിങ്. 4.5 ചോദ്യം. ഒരു 50 രൂപയൊക്കെ ഉണ്ടെങ്കിൽ ഇറങ്ങാം. അതെ. വണ്ടി കാണാനൊക്കെ കൊള്ളാം. ഇങ്ങനെ ആ ഒരു സൈഡ് ചെറിയൊരു കംപ്ലൈൻ്റ് ഉണ്ട് എന്നുള്ളതേ ഉള്ളൂ. അല്ലാത്ത പക്ഷം വണ്ടി കാണാനൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. 2023 മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ്. 24,574 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പെട്രോൾ മാനുവലാണ്. വരുമ്പോൾ 1.2 കാപ്പ എഞ്ചിനാണ്. മൈലേജ് എന്താണ് ഈ വണ്ടിക്ക്? മൈലേജ് 13-15 റേഞ്ച് കിട്ടുമായി. ഓക്കെ. മാനുവലാണ് കേട്ടോ. വണ്ടി കാണാൻ കൊള്ളാം. കറക്റ്റ് മൈലേജ് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓരോരുത്തരുടെ ഡ്രൈവിംഗ് സ്റ്റൈൽ അനുസരിച്ച് വ്യത്യാസം വരും. എന്നാലും 15 പുറത്ത് പോകുമോ?
15-ന് പുറത്ത് പോകുമോ? ഇല്ല ഇല്ല ഇല്ല, 15-നകത്തൊക്കെ കിട്ടത്തുള്ളൂ. വണ്ടി കൊള്ളാം. 13-15 റേഞ്ചൊക്കെ കിട്ടും. എന്തെങ്കിലും റീപ്ലേസോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല ഇല്ല ഇല്ല. എത്ര ചോദിക്കുന്നത്? റേറ്റ് വരുമ്പോൾ 795. 795. ഡീസല് പെട്രോളാ? പെട്രോൾ. വണ്ടി കാണാനൊക്കെ കൊള്ളാം, നല്ല നീറ്റാണ്, ബ്ലാക്ക് കളർ കൊള്ളാം. ടയേഴ്സ് മാത്രം അത്ര അങ്ങോട്ട് ഇല്ല, ടയേഴ്സ് കുറവാണ്. അല്ലാത്ത പക്ഷം വണ്ടി കാണാനൊക്കെ കൊള്ളാം, നല്ല നീറ്റായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളെല്ലാം അവസാനിച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയിലുള്ള നല്ല നല്ല വണ്ടികൾ കാണിച്ചു തന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത്യാവശ്യം വിലയിൽ ഇപ്പോൾ ഒരു 10-20 അല്ലെങ്കിൽ 25 രൂപ കൂടി എന്നുള്ളത് കണ്ടിട്ട് 25,000-30,000 കൂടുതലാണെന്ന് കമൻറ്റ് ചെയ്യുന്ന ചേട്ടന്മാർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചേച്ചിമാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അത്രയും കൂട്ടിയിട്ട് അല്ലെങ്കിൽ വില വേശാൻ പറ്റുള്ളൂ, അതുകൊണ്ടായിരിക്കും അവരങ്ങനെ ഇടുന്നത്. അപ്പം ആ വിലയൊക്കെ മാന്യമായിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വിളിച്ച് ചോദിക്കുക. അപ്പം നിങ്ങൾ വിചാരിക്കുന്ന ഒരു വിലയിൽ ചിലപ്പം കച്ചവടം സെറ്റാവും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു വണ്ടികൾ കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.